എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ കോയമ്പത്തൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് ഏറെക്കുറെ ഒരു 2 വീക്സ് ആയി കാണും. ഇവിടെ ഒരു ലുലു മാൾ ഉണ്ടെന്ന് പറഞ്ഞപ്പം എന്നാ ഒന്ന് പോയച്ചും വരാമെന്ന് കരുതി ഇറങ്ങിയതാണ്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ഇത് ലുലു മാളല്ല, ഹൈപ്പർ മാർക്കറ്റ് മാത്രമാണെന്ന് അറിഞ്ഞത്. സാധാരണ കേരളം വിട്ടാൽ ഒട്ടുമിക്ക സ്ഥാപനങ്ങൾക്ക് മുന്നിലും ഒരു അമ്പലം നമുക്ക് കാണാൻ പറ്റും. ഇവിടെ അത് തെറ്റിയില്ല. ഇവിടെ ഉണ്ടായിരുന്ന ഒരു അമ്പലം. വിശാലമായ പാർക്ക് തന്നെ ഈ കോമ്പൗണ്ടിലുണ്ട്. വൈകുന്നേരങ്ങൾ ചിലവഴിക്കാനും ഫോട്ടോ എടുക്കാനും ഇവിടെ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ഈ കോമ്പൗണ്ടിനകത്ത് ഹൈപ്പർ മാർക്കറ്റ് കൂടാതെ 2 ഫുഡ് കോർട്ടും മാക്സിൻ്റെയും രാംരാജിൻ്റെയും ഓരോ സ്റ്റോറുകളുമുണ്ട്. കുറച്ചുനേരം അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു കൂട്ടി ഞങ്ങൾ പതുക്കെ ഉള്ളിലേക്ക് കയറി. എൻട്രൻസിൽ പൊതുവെ തിരക്ക് കുറവായിരുന്നു. എന്നാൽ ഉള്ളിലേക്ക് കയറിയപ്പോൾ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. സാധാരണ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ കാണുന്ന രീതിയിൽ തന്നെയാണ് അറേഞ്ച്മെന്റ്സ് എല്ലാം. വലിയ രീതിയിലൊന്നും അല്ലെങ്കിലും അത്യാവശ്യം ഓഫറുകളെല്ലാം എല്ലാത്തിനും ഉണ്ട്. മണാലി ട്രിപ്പ് കഴിഞ്ഞപ്പോൾ മുതൽ സ്റ്റോറേജ് കൂടുതലുള്ളൊരു ബാഗ് അത്യാവശ്യം എന്ന് തോന്നിയിരുന്നു. പക്ഷേ വില കണ്ട ഞങ്ങൾ അതൊരു അത്യാവശ്യമല്ലെന്ന് തിരിച്ചറിഞ്ഞു. ഇലക്ട്രോണിക് സാധനങ്ങളിൽ പൊതുവെ ഓഫറുകളൊന്നും തന്നെ ഇല്ലായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ ബ്യൂട്ടി പ്രോഡക്ട്സിൻ്റെ സെക്ഷൻ എത്തിയപ്പോൾ ചിഞ്ചൂസ് അവിടെ ഒന്ന് നിന്നു. ആ നിൽപ്പ് പിന്നീട് എൻ്റെ കാത്തിരിപ്പായി മാറി. ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, കാശ് കൊടുത്ത് ഇതൊക്കെ വാങ്ങിക്കേണ്ട കാര്യമുണ്ടോ? എവിടെയെങ്കിലും പോവേണ്ടി വരുമ്പോൾ ഇവിടെ വന്ന് മേക്കപ്പും ചെയ്ത് അങ്ങ് പോയാൽ പോരെ. ഒപ്റ്റിക്കൽസിനായി വലിയൊരു ഏരിയ തന്നെ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഓർണമെൻറ്റ്സിൻ്റെ സെക്ഷൻ എത്തിയപ്പോഴും ചിഞ്ചൂസ് അവിടെ ഒന്ന് നിൽക്കുമെന്ന് കരുതിയതാണ്. കാരണം അവളുടെ അടുത്ത് അത്രയധികം ഇയറിങ്സിൻ്റെ കളക്ഷനുണ്ട്. പക്ഷേ എന്താണെന്നറിയില്ല, അധിക നേരം അവൾ അവിടെ ചെലവഴിച്ചില്ല. പുതിയ അപ്പാർട്ട്മെന്റിലേക്ക് താമസം മാറിയപ്പോൾ ഒരുവിധം സാധനങ്ങളെല്ലാം വാങ്ങിച്ചു വെച്ചിരുന്നു. എങ്കിലും ചില സാധനങ്ങളൊക്കെ ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിലയെല്ലാം ഏകദേശം ഞങ്ങൾ അറിഞ്ഞു വെച്ചു. ഇതിനകത്തൊരു കഫേയും വെജ് ആൻഡ് നോൺ വെജ് സെപ്പറേറ്റ് സെല്ലിംഗ് കൗണ്ടറും ഉണ്ട്. അതിനടുത്തായി തന്നെ സലാഡ്സിനും പുഡിങ്സിനുമായിട്ട് വേറൊരു കൗണ്ടറും ഉണ്ടായിരുന്നു. സാധാരണ ലുലുലു നെസ്റ്റോലോ ഒക്കെ പോകുമ്പോൾ ഞാൻ നിർബന്ധമായിട്ടും പോകുന്നൊരു സെക്ഷനാണ് ഫിഷ് ആൻഡ് മീറ്റ്. ഇവിടെ ബീഫ് കാണാത്തത് കൊണ്ട് ബീഫ് ഇവിടെ ബാൻഡാണോ എന്നൊരു ചെറിയ സംശയം തോന്നിപ്പോയി. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ എരുന്ത് എന്നാണ് പറയാറ്. നിങ്ങൾ ഇതിനെ പറയുന്ന പേര് ഒന്ന് കമന്റ് ചെയ്തേക്കണേ. ഇതിനകത്ത് തന്നെയായി അലങ്കാര മത്സ്യങ്ങൾ ഭംഗിയുള്ള ബോട്ടിലുകളിൽ വിൽപ്പനയ്ക്കും വെച്ചിട്ടുണ്ട്. ക്യാഷ് കൗണ്ടറിനോട് ചേർന്ന് തന്നെയാണ് കേക്ക്സും ബേക്കറിയും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ചിഞ്ചൂസിന് പൊതുവെ ഡയറി മിൽക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ കൂട്ടത്തിൽ ഏറ്റവും ചെറുത് നോക്കി ഒരെണ്ണം എടുത്തു.
കുറച്ച് സാധനങ്ങളും പച്ചക്കറികളും എല്ലാമായി ബില്ല് പേ ചെയ്യാനായി എത്തിയപ്പോൾ അവിടെ നെറ്റ്വർക്ക് പ്രശ്നം കാരണം കുറച്ച് നേരം പോസ്റ്റ് ആവേണ്ടി വന്നു. തിരിച്ച് വീട്ടിലേക്ക് ഏകദേശം ഒരു 5 കിലോമീറ്ററോളം വണ്ടി ഓടിക്കണം. കോയമ്പത്തൂരിലെ റോഡുകളൊന്നും ഇനിയും പരിചിതമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഗൂഗിൾ മാപ്പ് ഇല്ലാതെ ഒന്നും നടക്കില്ല. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.